നോക്കൂ, ഇപ്പോൾ ലോകത്ത് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപകടം പിടിച്ച പ്രസ്ഥാനമാണ് അബൂബക്കർ ബഗ്ദാദിയുടെ നേതൃത്വത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന IS. ഈ അബൂബക്കർ ബഗ്ദാദി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ലോകത്ത് ഇപ്പോൾ ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മനുഷ്യൻ നിലവിൽ ഉണ്ടായിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണത്രേ IS. ഈ IS ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകൾ നമുക്കൊക്കെ അറിയാം. കേരളത്തിൽ സമീപകാലത്ത് ഇസ്ലാം ഭീകരത ചർച്ചയ്ക്ക് വരാനുള്ള ഒരു സാഹചര്യം അടുത്ത കാലത്തായി കേരളത്തിൽ 10-21 ചെറുപ്പക്കാരെ കാണാതായി. അതിലേറ്റവും രസകരം എന്ന് പറയാം, MA ഉസ്താദിന്റെയൊക്കെ നാട്ടിൽ നിന്നാണ്, ആ പ്രദേശങ്ങളിൽ നിന്നാണ് ചില ആളുകൾ സ്വർഗരാജ്യം തേടി പോയത് എന്ന് പറയുമ്പോൾ ഒരൽപ്പമൊക്കെ വിവരമുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആ ചെറുപ്പക്കാർ ഇത്രയും വലിയ ചതിക്കുഴിയിൽ ചെന്ന് ചാടുമായിരുന്നു. ഈ കാണാതായി പോയ ചെറുപ്പക്കാർ എങ്ങോട്ടാണ് പോയത് നമുക്കറിയില്ല. അവരെന്തിനാണ് പോയത് അതും നമുക്കറിയില്ല. പോയവരൊക്കെ ചില മെസ്സേജുകൾ അയച്ചു അത്രേ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ സ്വർഗരാജ്യത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ മാധ്യമങ്ങളും പല പ്രചരണങ്ങളും ഇവിടെ ശക്തിപ്പെട്ടു. അവർ IS-ൽ ചേരാൻ വേണ്ടി സിറിയയിലേക്ക് പോയി. അവർ ഇറാഖിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ചുരുക്കത്തിൽ ഈ ഒരു വിഷയം ഇവിടെ കേരളത്തിൽ മാധ്യമങ്ങളിലും മീഡിയകളിലും എല്ലാ മേഖലകളിലും വളരെ ശക്തമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. അതിനിടയിലാണ് നമ്മളൊരു വാർത്ത വായിച്ചത്. 1991 ബോംബെ ആസ്ഥാനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന IRF എന്ന് പറയുന്ന ഒരു സംഘടന, ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന, ആ സംഘടനയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സാക്കിർ നായിക് എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ പ്രഭാഷണങ്ങളിൽ ആകൃഷ്ടരായിട്ടാണ് ഇതിലെ ചില ചെറുപ്പക്കാർ ചിലയിടങ്ങളിലേക്ക് പോയത് എന്നും ചില വാർത്തകൾ. അപ്പോഴേക്കും കഥയറിയാതെ ഈ സാക്കിർ നായിക്കിനെ സംരക്ഷിക്കാൻ വേണ്ടി ചില ആളുകൾ ബാനറുകളുമായി തെരുവുകളിൽ. എന്തൊക്കെ കോലാഹലങ്ങളാ ഈ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ അവസരത്തിൽ ഒരൊറ്റ കാര്യമാണ് എന്റെ സഹോദരങ്ങളോട് പറയുന്നത്. ഇസ്ലാമിൽ ഭീകരതയില്ല, തീവ്രവാദമില്ല. അതേസമയം ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല കക്ഷികൾ, ഉദാഹരണത്തിന് ഇന്ന് കേരളത്തിലെ സലഫി പ്രസ്ഥാനം വലിയ ഒരു പ്രതിസന്ധിയുടെ വക്കിലാണ്. ആ പ്രതിസന്ധിയിൽ നിന്ന് ആ പ്രസ്ഥാനത്തെ രക്ഷപ്പെടുത്താൻ കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ, തെരുവുകളിൽ ആരെങ്കിലും ഒരു ബാനർ വെച്ച് ഒരു പ്രതിഷേധ കൂട്ടായ്മ നടത്തിയാൽ തീർന്നു പോകുന്നതല്ല സലഫി പ്രസ്ഥാനത്തിന്റെ ആദർശ പ്രതിസന്ധി. ഈ കേരളത്തിൽ പ്രവാചകന്റെ ജീവിത കാലത്ത് തന്നെ ഇസ്ലാം എത്തിയിട്ടുണ്ട് എന്നതാണല്ലോ ചരിത്രം. ആ പൂർവികരായ സ്വഹാബത്തിലൂടെ ദീനെത്തിയ ഒരു നാട്ടിൽ ഒരുമയിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും സഹനത്തിലുമായി നൂറ്റാണ്ടുകൾ ഈ ഉമ്മത്തിവിടെ കഴിഞ്ഞുകൂടി. 6-ാം നൂറ്റാണ്ടോടുകൂടെ മഖ്ദൂമുമാരുടെ നേതൃത്വത്തിൽ പൊന്നാനി ആസ്ഥാനമായി ഇസ്ലാമിക വിപ്ലവം തന്നെ നടന്നു. 1920-കൾക്ക് ശേഷം, മലബാർ കലാപത്തിന് ശേഷം, 21-ന് ശേഷം കേരളത്തിലെ മുസ്ലിം സമുദായത്തിനുണ്ടായ നഷ്ടങ്ങളും വേദനാജനകമായ എന്നത്തെ സാഹചര്യങ്ങളും ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് ധാരാളമായി വായിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം 1922 ബ്രിട്ടീഷുകാരുടെ മുന്നിലേക്ക് പാവം അനുയായികളെ അനാവശ്യമായി പറഞ്ഞയച്ച് തിരുവിതാംകൂറിലേക്കും കൊച്ചിയിലേക്കും ഓടിപ്പോയ ചില ഭീരുക്കളായ ആളുകളുണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിലായി പടച്ചുണ്ടാക്കിയ ഒരു ഐക്യസംഘം,
ആ ഐക്യ സംഘമാണ് പിന്നീട് ഇവിടെ സലഫി പ്രസ്ഥാനമായി പരിണമിച്ചു വന്നിട്ടുള്ളത്. ആ പ്രസ്ഥാനം ഈ കേരളത്തിൽ എന്ത് നന്മയാണ് ചെയ്തിട്ടുള്ളത് എന്ന് ആ പ്രസ്ഥാനത്തിന് വേണ്ടി രാഷ്ട്രീയ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നവർ ആലോചിക്കേണ്ട നിർണായകമായ ഘട്ടമാണ് അവരുടെ മുന്നിലുള്ള ഘട്ടം. ഈ മുസ്ലിം സമുദായത്തിൽ അനാവശ്യമായ അനൈക്യം സൃഷ്ടിച്ചു എന്നതല്ലാതെ എന്ത് നവോത്ഥാനമാണ് സലഫി പ്രസ്ഥാനം കേരളീയ മുസ്ലിം സമുദായത്തിന് ചെയ്തു കൊടുത്തിട്ടുള്ളത്? IS ജനങ്ങളെ കൊല്ലുന്നത് ഖിലാഫത്തിന്റെ പേരിലാണെങ്കിൽ കേരളത്തിലുള്ള സലഫി പ്രസ്ഥാനത്തിന്റെ ചരിത്രം, ആഗോള സലഫി നേതാക്കളുടെ ചരിത്രം അത് വായിക്കുകയാണെങ്കിൽ അവർ ജനങ്ങളെ കൊന്നത് തൗഹീദിന്റെ പേരിലാണ് എന്നും നമുക്ക് ചരിത്രത്തിൽ വായിക്കാനാകും. കേരളത്തിൽ എഴുതിവെച്ച മലയാളത്തിലുള്ള പുസ്തകങ്ങളിൽ പ്രസിദ്ധീകരണങ്ങളിൽ പോലുമുണ്ട് സലഫി ഭീകരതയുടെ വരികൾ. ഞങ്ങൾ എന്തിനിത് പറയുന്നു എന്ന് ചോദിച്ചാൽ, സലഫി പ്രസ്ഥാനം ഒരു പരിഷ്കരണ പ്രസ്ഥാനമാണ്, അത് ഒരു നവോത്ഥാന പ്രസ്ഥാനമാണ്. അതേസമയത്ത് സുന്നി ആശയം അതാണ് സത്യത്തിൽ പിന്തിരിപ്പൻ ആശയം എന്നൊക്കെ ചില ആളുകൾക്ക് ഇപ്പൊ നന്നായി തോന്നുന്ന കാലമാണല്ലോ. അവര് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ച ഞാൻ പറയുന്നത്, അവരുടെ പുസ്തകങ്ങളിൽ അവർ എഴുതി വെച്ചതാ സുന്നികളായ മുസ്ലിങ്ങളെ കൊല്ലല് നിർബന്ധമാണ്. മീഡിയകൾ നോക്കിയാൽ കാണാൻ കഴിയും സുന്നി മദ്രസയിൽ പഠിപ്പിക്കുന്ന കുട്ടികളെ കഴുത്ത് ഞെരിച്ചു കൊല്ലണം. ഇതന്നല്ലേ ഭീകരത എന്ന് പറയുന്നത്? ഇതന്നല്ലേ തീവ്രവാദം എന്ന് പറയുന്നത്? എന്നാൽ അതേ സമയത്ത് നിങ്ങൾ ആലോചിച്ചു നോക്ക്, അഹ്ലുസുന്ന വൽ ജമാഅ അഥവാ സ്വഹാബത്തിലൂടെ ഇവിടെ ദീനെത്തിയല്ലോ. ആ സ്വഹാബത്തിന് ദീൻ പഠിപ്പിച്ചു കൊടുത്തതാരാ? അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവിൽ നിന്ന് ദീനെന്താണെന്ന് പഠിച്ച സ്വഹാബത്ത്, ആ സ്വഹാബത്തിനെ പിൻപറ്റിയവരാ കേരളത്തിലെ മുസ്ലിമീങ്ങളായ സുന്നികൾ. എന്ന സുന്നികളല്ലാത്ത കക്ഷികൾ സ്വഹാബത്തിന് അംഗീകരിക്കുന്നവരാണോ? 1959 ഒക്ടോബർ മാസത്തിലുള്ള അൽമനാർ എന്ന് പറയുന്ന പത്രത്തിൽ ഒരു ലേഖനം വായിക്കാനാണ്. ലേഖനത്തിൽ എന്താ പറയുന്നറിയോ? ഇസ്രയേലി കഥകൾ ഇസ്ലാമിൽ പ്രചരിച്ചത് എങ്ങനെയെന്നാണ്. ആരാ ലേഖകനെന്നറിയോ? കുട്ടശ്ശേരി മുഹമ്മദ് മൗലവിയ. സലഫി പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി തെരുവിൽ സെമിനാർ നടത്തുന്നവർ കേൾക്കി. ആ പുസ്തകം വായിക്കും നിങ്ങൾ. അതിൽ പച്ച മലയാളത്തിൽ എഴുതി വെച്ചതെന്നറിയോ? ഇസ്രയേലി കഥകൾ, ജൂത കഥകൾ ഇസ്ലാമിൽ കടത്തിക്കൂട്ടിയത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബിമാരെ പേരെടുത്ത് പറഞ്ഞ് അവരാണ് ഇസ്ലാമിനെ വടക്കാക്കിയത്. ഇല്ല എന്നൊരു കുട്ടിക്ക് പറയാൻ കഴിയും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 മുമ്പ് പറഞ്ഞു, എന്റെ സ്വഹാബത്തിനെ നിങ്ങൾ ചീത്ത പറയരുത്. ലാ തസുബ്ബു സ്വഹാബി, എന്റെ സ്വഹാബത്തിനെ നിങ്ങൾ ചീത്ത പറയരുത്. ഫഇന്നഹു യജീഉ ഫീ ആഖിരി സമാനി ഖൗമുൻ, അന്ത്യനാളിനോടടുക്കുമ്പോൾ, ലോകം അവസാനത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീടുകളിൽ നിന്നെന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരറിയണം, പരിഷ്കാരത്തിന്റെ പേരിൽ, പുരോഗമനത്തിന്റെ പേരിൽ കൊച്ചുമക്കളെ നിങ്ങൾ വിദഴി മദ്രസകളിലേക്ക് പറഞ്ഞു വിടരുതെന്റെ ഉപ്പമാരെ, രക്ഷിതാക്കളെ. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ലോകാവസാനത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം വരിക തന്നെ ചെയ്യും. എന്താണ് അവരുടെ പ്രത്യേകത? അവരെ എങ്ങനെ തിരിച്ചറിയാം? ഒരുപക്ഷെ നേരത്തെ ഇവിടെ ഉസ്താദവറുകൾ പറഞ്ഞില്ലേ, ഈ വിദഴി ആശയങ്ങളൊന്നുമില്ലാത്ത നാട്ടിലും പതുക്കെ പതുക്കെ വരും. ചിലപ്പം നീണ്ട താടിയായിരിക്കും, ഞെരിയാണിക്ക് മുകളിലുള്ള പാന്റായിരിക്കും, കയ്യിലൊരു അറാക്കും വലത്തെ മറ്റൊരു കയ്യിൽ തസ്ബീഹും ആലയും ഉണ്ടാവും. പോകുന്നിടത്തെല്ലാം ചട്ടിയും കലവും കോഴിയിറച്ചി. അങ്ങനെ ഈ ചട്ടിയും കലത്തിലൂടെയുള്ളൊരു ഇസ്ലാം പതുക്കെ പതുക്കെ പാവം സഹോദരങ്ങൾ, ഹോസ്റ്റലുകളിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം ഫ്രീ. കുട്ടികൾ വിചാരിക്കും ഉസ്താദന്മാരല്ലേ വിളിക്കുന്നത്. പൊന്നു മക്കളെ, പട്ടിണി കിടന്നാലും ശരി ആ ഇറച്ചി തിന്നാൻ പോണ്ട. അപകടകരമാണ്, അപകടകരം. അതിലൂടെയാണ് നിങ്ങൾക്ക് വിഷവിത്ത് നിങ്ങളുടെ ശരീരത്തിൽ ഇട്ടു തരുന്നത്. ഉമ്മമാര് മനസ്സിലാക്കി, 14 മുമ്പ് നമ്മുടെ മുത്തു പറഞ്ഞു,
ലോകാവസാനത്തോടടുത്തു വരുന്ന സമയത്ത് എന്റെ സ്വഹാബത്തിനെ ചീത്ത പറയുന്ന കക്ഷികൾ വരും എന്നാണ്. എന്താണ് അവരുടെ പ്രത്യേകത പറഞ്ഞത്? അല്ലദീന യസുബ്ബൂന സ്വഹാബി എന്നാ പറഞ്ഞത്. അവരെന്റെ സ്വഹാബത്തിനെ ചീത്ത പറയുന്നവരാണ്, എന്റെ സ്വഹാബത്തിനെ ആക്ഷേപിക്കുന്നവരാണ്. ആരവിടെ എഴുതിയത്? ഞാൻ എന്റെ സദസ്സിൽ ഒരുപാട് യുവാക്കളെ കാണുന്നു. ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെയൊക്കെ നാടുകളിൽ വെള്ളിയാഴ്ച ജുമാഅത്ത് പള്ളിയിൽ അറബിയിലുള്ള ഖുതുബയാണോ ഓതുന്നത്? അല്ലേ? അതെ. ആരാ നമുക്ക് അറബിയിലുള്ള ഖുതുബ പഠിപ്പിച്ചു തന്നത്? സ്വഹാബത്താണ്. സ്വഹാബത്തിന് ഈ ഖുതുബ ഇങ്ങനെ ആയിരിക്കണമെന്ന് പഠിപ്പിച്ചതാരാ? നബിതങ്ങളാണ്. അപ്പൊ നബിതങ്ങളിൽ നിന്ന് ഇസ്ലാം പഠിച്ച സ്വഹാബത്ത് കേരളത്തിൽ വന്നിട്ട് അറബിയിൽ ഖുതുബ ഓതി എങ്കിൽ നിങ്ങൾ ചിന്തിക്കും, കേരളത്തിൽ ആദ്യമായിട്ട് അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിച്ചത് സ്വഹാബത്ത് നിർമ്മിച്ച പള്ളിയിലല്ല. എന്റെ സദസ്സിലുള്ള മുതഅല്ലിമീങ്ങൾ മനസ്സിലാക്കണം, ആ പള്ളി ഏതാ? അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് നിർമ്മിച്ച പള്ളിയിൽ ഒരിക്കലും ആദ്യമായിട്ട് അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിച്ചിട്ടില്ല. ആ പള്ളി ഏതാ? കൊച്ചിയിലെ മട്ടാഞ്ചേരിയിൽ അബ്ദുല്ലാഹ് സേട്ട് നിർമ്മിച്ച പള്ളിയാണ് ആ പള്ളി. ആ പള്ളിയിലാണ് ആദ്യമായിട്ട് അറബിയല്ലാത്ത ഭാഷയായ ഉറുദു ഭാഷയിൽ ഖുതുബ ഓതിയത്. ആ ഉറുദു ഭാഷയിലുള്ള ഖുതുബ പിന്നീട് മലയാളത്തിലേക്ക് മാറ്റം ചെയ്യും. കേരളത്തിൽ ആദ്യമായിട്ട് അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിച്ച പള്ളിയല്ല. ഇതിനെ സംബന്ധിച്ചുകൊണ്ടൊരു പുത്തൻവാദി എഴുതുന്ന കൂട്ടത്തിൽ അദ്ദേഹം എഴുതിയതെന്തായാലും ഞാനിപ്പോ ഈ വിഷയം പറയുന്നത് വെച്ചാൽ, വർത്തമാന കാലത്ത് പണ്ട് നമ്മുടെ ഉലമാക്കൾ അല്ലെ 1926 വരക്കൽ മുല്ലക്കോയത്തങ്ങൾ എന്തിനാ സമസ്ത ഉണ്ടാക്കിയത്? എന്തിനാ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്ത നയിച്ചത്? വാണിയും അമ്പൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, കുതുബി ഉസ്താദും അല്ലേ? കേരളത്തിലെ സ്വാത്വികരായ പണ്ഡിതന്മാർ സടകുടഞ്ഞെഴുന്നേറ്റ് സന്ദർഭോചിതമായി ഈ ഉമ്മത്തിനെ അവർ ബോധവൽക്കരിപ്പിച്ചു. 1922 കടന്നു വന്നിട്ടുള്ള ഈ പ്രസ്ഥാനം പിഴച്ച പ്രസ്ഥാനമാണെന്നും അപകടകാരിയാണെന്നും അന്ന് ഉലമാ പറഞ്ഞു. നമ്മൾ അവരുടെ പിറകിൽ നിന്നു. അവരെ അവഗണിച്ചുകൊണ്ട് പരിഷ്കാരം നേടിപ്പോയവരെ ഇന്ന് പലിശ സഹിതം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പലിശ സഹിതം അനുഭവിച്ചു തീർക്കണം. നിങ്ങൾ ഇത് മുഴുവൻ അനുഭവിച്ചു തീർക്കണം. തറവാട്ടിക്ക് മടങ്ങി വന്നോളി, എന്നിട്ട് രക്ഷപ്പെടാൻ നോക്കി. സ്വന്തം ആ പ്രസ്ഥാനത്തിൽ നിന്നിട്ട് ഞങ്ങൾ ഭീകരവാദികളല്ല, ഞങ്ങൾ തീവ്രവാദികളല്ല എന്ന് 1000 വട്ടം വിളിച്ചു പറഞ്ഞാലും ചരിത്രബോധമുള്ളവർ നിങ്ങളെ പിന്തുണയ്ക്കില്ല എന്ന യാഥാർത്ഥ്യം കൂടെ മനസ്സിലാക്കി. ഈ പ്രസ്ഥാനത്തിന്റെ ഒരു വ്യക്തി അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം കാണാം, ജുമഅ ഖുതുബ മദ്ഹബുകളിൽ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അതിന്റെ 84ാമത്തെ പേജിൽ അയാൾ പറയുന്നത്, കേരളത്തിൽ സ്വഹാബത്ത് അറബി തന്നെ ഖുതുബ ഓതി എന്നുള്ളതിൽ ഒരു തെളിവുമില്ല. ഇനിയിപ്പോ അങ്ങനെ തെളിഞ്ഞു എന്ന് വിചാരിച്ചു വലിയ കുഴപ്പമില്ല. കേരളത്തിലെ മൊയ്ലേക്കന്മാരെ പോലെയാണ് സ്വഹാബത്ത്, കേരളത്തിലെ മുസ്ലിയാക്കന്മാരെ പോലെയാണ് സ്വഹാബത്ത്. അവർ നമുക്ക് ദീനിൽ തെളിവല്ല. എന്റെ സദസ്സിലുള്ള ചെറുപ്പക്കാർ മനസ്സിലാക്കി, എന്തുകൊണ്ട് സുന്നിയായിട്ട് ജീവിച്ചു മരിക്കണം? സ്വർഗം കിട്ടണമെങ്കിൽ വേണം. സ്വർഗം കിട്ടണമെങ്കിൽ സുന്നിയായി ജീവിച്ചു മരിച്ചാൽ തന്നെ സ്വർഗം കിട്ടും. അല്ലാത്ത നാട്ടിൽ ചിലപ്പോൾ നെയ്ച്ചോറിന്റെ അരി വെറുതെ കിട്ടും, പെരുന്നാൾക്ക് പർദ്ദയും ഫ്രീ ആയിട്ട് കിട്ടും, ഇടക്കിടക്കൊക്കെ റിലീഫിന്റെ കിറ്റും കിട്ടും, പക്ഷെ സ്വർഗം കിട്ടില്ല. നെയ്ച്ചോറിന്റെ അരി വേണോ സ്വർഗം വേണോ നമ്മളിപ്പോ തീരുമാനിക്കണം. നെയ്ച്ചോറിന്റെ അരിയാണോ നമ്മൾക്ക് വേണ്ടത്, സ്വർഗാണോ വേണ്ടത്? ഇവര് പറഞ്ഞു വെച്ച് നോക്കിങ്ങള്, സ്വഹാബത്ത് നമുക്ക് ദീനിൽ തെളിവല്ല. റസൂൽ പഠിപ്പിച്ചെന്താ? എന്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്. അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചത് അങ്ങനെയല്ലേ? എന്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്. അവരിൽ ആരെ നിങ്ങൾ പിന്തുടർന്നാലും നിങ്ങൾ നേർവഴി പ്രാപിക്കുന്നവരാ. അതുകൊണ്ട് സ്വഹാബത്തിനെ മുറുകെ പിടിക്കണേ എന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ ഖുർആൻ പറയുന്നത്, വമൻ യുശാഖിഖി റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നമ വസാഅത് മസ്വീറാ. ആരെങ്കിലും സത്യമതം വ്യക്തമായതിന്റെ ശേഷം പൂർവികരായ നമ്മുടെ സച്ചരിതരായ മുൻഗാമികളുടെ മാർഗമല്ലാത്ത മാർഗം അവലംബിച്ച് ജീവിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ജഹന്നമാകുന്ന നരകത്തിലേക്ക് നമ്മൾ അവരെ തള്ളിക്കളയുന്നതാണ്. കണ്ടോ, സ്വഹാബത്തിന്റെ മാർഗമല്ലാത്ത മാർഗം തേടിപ്പോയ ഓന്റെ സ്ഥലം നരകമാണെന്ന് അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. ഇവിടെ പച്ച മലയാളത്തിൽ എഴുതി വെച്ചു, സ്വഹാബത്തിന് നമ്മൾക്ക് നോക്കേണ്ട കാര്യമില്ല. ഒരു ജൂദായിസം കടത്തിക്കൂട്ടിയവരാ ഇതാ സലഫി പ്രസ്ഥാനം. എന്നിട്ട് ആ സലഫി പ്രസ്ഥാനത്തെ രക്ഷിക്കാൻ വേണ്ടി ബാനറായിട്ട് തെരുവിൽ ഇത്ര കിഴക്കാ പടിഞ്ഞാറ്, ഇത്ര കിഴക്കാണോ പടിഞ്ഞാറ്,
നിങ്ങൾ ആലോചിച്ച് നോക്കിയും സമുദായത്തിന്റെ ഐക്യം തകർത്തു അല്ലേ? നിങ്ങൾ ചിന്തിക്കുകയും സമസ്തയിൽ ഭീകരതല്ല, സമസ്തയിൽ തീവ്രവാദമല്ല, വളരെ ശക്തമായ രീതിയിൽ നാം തീവ്രവാദത്തെ എതിർത്തിട്ടുണ്ട്. ഇന്ന് കണ്ടോ ഇതിന്റെയൊക്കെ പേരുദോഷം മുസ്ലിമീങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. IS എന്ത് ഇസ്ലാമാ ഉള്ളത്? അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് IS മുസ്ലിങ്ങളെ ഇസ്ലാമല്ല, അത് മതരാഷ്ട്രവാദികളുടെ ഇസ്ലാമാണ്. ആരാ അവിടെ മതരാഷ്ട്രവാദം ഉന്നയിച്ചത്? സമസ്തയാണോ? നിങ്ങൾ ചിന്തിക്കും. ഞാൻ വിവാദം പറയാൻ മനസ്സിലാക്കരുത്. വർത്തമാനകാല സാഹചര്യങ്ങളിൽ ചില കൈപ്പുള്ള സത്യങ്ങൾ പറയേണ്ട സമയമാണ്. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടന, ആ സംഘടനയുടെ പോഷക സംഘടനയായിരുന്നു സിമി. ആ സിമി ഇന്ത്യയിൽ നിരോധിച്ചു ഇല്ലേ? നിരോധിച്ചു. ആ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ കടന്നു വന്നത് 40കൾക്ക് ശേഷം. കടന്നു വന്നപ്പോൾ പറഞ്ഞതെന്താ? ഇന്ത്യന്റെ ഗവൺമെന്റ് താകൂത്ത് ഗവൺമെന്റാണ്, ഇവിടെ പൈശാചിക ഭരണമാണ്, വോട്ട് ചെയ്യാൻ പാടില്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല, സർക്കാർ ജോലി പാടില്ല. എല്ലാവർക്കും അറിയാം. അതായിരുന്നു അവരുടെ വാദം, അവരുടെ ആശയം, അവരുടെ ആദർശം. പക്ഷേ ഇപ്പൊ നമ്മൾ കാണുന്ന കാഴ്ച എന്താ? ഇലക്ഷനൊക്കെ അടുത്തു വരുന്ന സമയത്ത് ഗ്യാസും കുറ്റിയും തലയിൽ വെച്ച് നടക്കുന്ന ജമാഅത്തുകാരെയാണ്. എന്തൊരു രസകരമായ ഒരു വൈരുദ്ധ്യം. ഇരിക്കട്ടെ, ഏതായിരുന്നാലും ആ ജമാഅത്തെ ഇസ്ലാമി അവരുടെ പോഷക സംഘടനയായി ഇവിടെ പ്രവർത്തിച്ചിരുന്ന സിമി അന്നൊരു പ്രമേയം കൊണ്ടുവന്നു. എന്താ പ്രമേയം എന്നറിയോ? പ്രമേയം ഇതായിരുന്നു: ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ. അപ്പൊ അതിന് RSS ഇവിടെ ഒരു ബദൽ പ്രമേയം കൊണ്ടുവന്നു. അതെന്താണെന്നറിയോ? ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെ. എങ്ങനെയുണ്ട്? ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ നിലയ്ക്ക് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി, അതാണ് പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, രക്തം തിളക്കുന്ന പ്രായത്തിലുള്ള യുവാക്കളെ വശീകരിച്ച് ഇരുട്ടിന്റെ മറവിൽ കൊണ്ടുപോയി ആയുധ പരിശീലനങ്ങൾ നൽകി അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഈ പാവപ്പെട്ട സമുദായത്തിലെ ചെറുപ്പക്കാരെ അന്യ സമുദായക്കാർക്കെതിരെ ഉപയോഗിക്കാൻ വേണ്ടി ഏതൊരു തെല്ലൊരും പെട്ടാലും അത് ഇസ്ലാമല്ല, ഇസ്ലാമല്ല, ഇസ്ലാമല്ല. സ്വർഗം കിട്ടാനാണോ സിറിയയിലേക്ക് പോണത്? സ്വർഗം കിട്ടാനാണോ ഇറാഖില് തൗഹീദ് ജിഹാദിൽ പോയി ചേരുന്നത്? സ്വർഗം കിട്ടാനാണോ അശബാബിലും അബൂ സയ്യാഫിലും പോയി ചേരുന്നത്? സ്വർഗം കിട്ടാനാണോ പാകിസ്ഥാനിലെ ഹർക്കത്തുൽ മുജാഹിദീനിലും ഹിസ്ബുൽ മുജാഹിദീനിലും അൽ ഖായിദയിലും അവരുടെ പോഷക സംഘടനയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അൽ-നുസ്ര ഫണ്ടിലും പ്രവർത്തിക്കുന്നത്? എങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് സ്വർഗമുണ്ടെന്ന് ഏത് ഖുർആനാ നമ്മളോട് പറഞ്ഞത്? IS കാണിക്കുന്ന ക്രൂരത എന്താ? അല്ലേ? IS കാണിക്കുന്ന ക്രൂരത എന്താ? പാവം സഹോദരങ്ങളെ കൊല്ലുക, കുട്ടികളെ കൊല്ലുക, സ്ത്രീകളെ കൊല്ലുക, ശരീരത്തിന്റെ രഹസ്യഭാഗങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചു വെച്ച് ഒളിപ്പിച്ചു വെച്ച് അങ്ങാടികളിൽ, മാർക്കറ്റുകളിൽ, തിയേറ്ററുകളിൽ 4 ആൾ കൂടുന്നിടത്ത് ചെന്ന് പൊട്ടിത്തെറിച്ച് സ്വയം ചാവുകയും മറ്റുള്ളവരെ കൊല്ലുകയും ചെയ്യുന്ന ഈ തമ്മാടികൾക്ക് എവിടെയാണ് സ്വർഗം? ആര് പറഞ്ഞു സ്വർഗം കിട്ടുമെന്ന്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് സ്വർഗ്ഗക്കാരാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് സ്വർഗ്ഗക്കാരാണ്. പരലോകത്തെ മോക്ഷത്തിന്റെ ഭവനം. എന്റെ സദസ്സിലുള്ള യുവാക്കളും ഈ കെട്ടിടോദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഈ പരിപാടിയുടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരോട് പ്രത്യേകിച്ചും ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, നിങ്ങളുടെ രാഷ്ട്രീയ മെയിൻ്റെ എന്തോ ആകട്ടെ, നിങ്ങളുടെ സംഘടനാ മെയിൻ്റെ ഏതോ ആകട്ടെ, എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, സ്വർഗം കിട്ടാൻ വേണ്ടി അങ്ങനെയുള്ള കോപ്പരാട്ടി തരങ്ങൾക്കൊന്നും പോകേണ്ടതില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് ആർക്കാ സ്വർഗമുള്ളത്? കണ്ടോ, സ്വർഗമാർക്കാണ്? പരലോകത്തിന്റെ മോക്ഷത്തിന്റെ ഭവനമായ, പരലോകത്ത് മോക്ഷത്തിന്റെ ഭവനമായ സുഖലോലുപതയുടെ വീടായിട്ടുള്ള സ്വർഗം ഉടയ തമ്പുരാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് ഇല്ലതീന ഒരു വിഭാഗം ആളുകൾക്ക്. ആ വിഭാഗത്തിന്റെ പ്രത്യേകത എന്താണ്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ. അവർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാത്തവരാണ്. ഭൂമിയിൽ ഫസാദ് അവർക്ക് ലക്ഷ്യമില്ല. ഭൂമിയിൽ ഫസാദ് ലക്ഷ്യമില്ല. നാട്ടിൽ ഫിത്ന ഉണ്ടാക്കണമെന്ന് ലക്ഷ്യമില്ല. നാട്ടിൽ ഫിത്നയും ഫസാദും വെയ്തുണ്ടാക്കുന്ന മനുഷ്യന്മാർ മനസ്സിലാക്കിക്കോളി, മണ്ണാകട്ട കിട്ടും സ്വർഗം. നാട്ടിൽ സമാധാനത്തോടെ പ്രവർത്തിക്കാൻ പറ്റും.
പരസ്പരം ഈ സമുദായത്തെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ട് വരികളും വരകളും തോന്നിയാസം അല്ലേ? ഓർക്ക് എന്ത് സ്വർഗം, എന്ത് സ്വർഗാണുള്ളത്? അള്ള പറയാ, ഭൂമിയിൽ ഫിത്നയുണ്ടാക്കാത്തവർക്ക് ആ സ്വർഗം, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാത്തവർക്ക് ആ സ്വർഗം. അല്ലാഹു പറഞ്ഞു, അവര് ചെയ്യൂലാന്നല്ലോ പറഞ്ഞത്, ഫിത്നയും ഫസാദും ചെയ്യൂലാന്നല്ല ഖുർആൻ പറഞ്ഞത്. അവർ ഉദ്ദേശിക്ക പോലുമില്ല, അതിന്റെ ഒരു ഗൂഢാലോചനയിൽ പോലും അവർ പ്രതികളല്ല. അങ്ങനെയുള്ള ആളുകൾക്കാണ്, കാരണം അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ളതാർക്കാണെന്നറിയുമോ? തഖ്വയുള്ള മുത്തഖീങ്ങൾക്കാണ്. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഈ ആശയം അവിടെ സമസ്ത പറയുന്നത്. ഈ ആശയമാണ് മഹാനായ റഈസുൽ ഉലമ നേതൃത്വം നൽകുന്ന, മഹാനായ ഖമറുൽ ഉലമ നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹത്തായ പ്രസ്ഥാനം കേരളീയ സമൂഹത്തോട് പറയുന്നത്. ഈ ആദർശമാണ്. നമുക്ക് തീവ്രവാദമില്ല, നമുക്ക് ഭീകരവാദമില്ല, നമുക്ക് ആ നിലക്കുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ നമുക്ക് താല്പര്യമില്ല. നമ്മളതിന്റെ ശൈലിയിലുള്ള ആളുകളല്ല. അതുകൊണ്ട് യഥാർത്ഥ ഇസ്ലാം ഇവിടെ വരച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പ്രത്യേകിച്ച് ഇളം മനസ്സിലുള്ള കുട്ടികൾക്ക് ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപമാണ് കടത്തി വിട്ടുകൊടുക്കേണ്ടത്. അതാണ് ഈ നാട്ടിൽ തുടങ്ങുന്ന മദ്രസ. പിന്നെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ പാഠപുസ്തകത്തിന്റെ പ്രസക്തിയൊക്കെ ഇവിടെ പറഞ്ഞു. ഞാനിപ്പോ അതിലേക്കൊന്നും കടക്കുന്നില്ല. പുസ്തകങ്ങൾ പലതുണ്ടാകാം, മദ്രസകൾ വേറെ ഉണ്ടാകും. പക്ഷെ എത്രയോ രക്ഷിതാക്കൾ ഇന്റെ കുട്ടി സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ തന്നെ പഠിക്കണമെന്ന് നിർബന്ധമുള്ള, അത് രാഷ്ട്രീയമൊന്നുമില്ല, അതിന് സംഘടനയും. അവനാന്റെ കുട്ടികൾക്ക് രണ്ടക്ഷരം പഠിയണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ, രക്ഷിതാക്കളൊക്കെ അവരെ മക്കളേറ്റ് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ വരാനൊരു കാരണം, ഈ കുട്ടികളുടെ പഠന പുരോഗതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പാഠപുസ്തകം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം, ഉമ്മമാര് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇപ്പൊ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ 1ാം ക്ലാസ്സിലുള്ള പാഠപുസ്തകം അബ് എന്നാണ്. ആ പുസ്തകത്തിൽ ഒന്നാമത്തെ അബ് എന്നാണ്. ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കി, അതില് പുതിയ പുസ്തകം ഇങ്ങനെ വാങ്ങി വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില ആളുകൾക്ക് തോന്നും, ഈ അക്ഷരത്തിൽ ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ടല്ലോ, അവിടെ അബുൻ എന്നൊന്നും കാണുന്നില്ലല്ലോ. അതുകൊണ്ട് ചിലരൊക്കെ കടലാസ് മനസ്സിലുണ്ട്, ചില ഉമ്മാരൊക്കെ അവിടെ ബുൻ ഇട്ടുകൊടുക്കലുണ്ട്, അക്ഷരീന്ന് പോയതായിട്ടെന്ന് വിചാരിച്ചു. ഒന്നുമില്ലെങ്കിൽ പിന്നെ അവിടെ വായിക്കേണ്ടത് അബു എന്നാണ്. കുട്ടികൾക്ക് സംസാര രീതിയിൽ തന്നെ, അറബിയുടെ പിന്നെ സംസാര ശൈലിയിൽ തന്നെ കുട്ടികളെ പാഠങ്ങൾ പഠിപ്പിക്കുക. എന്താണ് ഈ 1ാം പാഠം ആപ്പാക്കാൻ കാരണം? അതങ്ങനെ തോന്നിയപ്പോൾ പഠിപ്പിച്ചോന്നല്ല. ഈ പാഠപുസ്തകത്തിലെ പാഠങ്ങളെ കുറിച്ച് വ്യക്തമായ ആലോചനകളും പഠനങ്ങളും ചർച്ചകളൊക്കെ നടത്തിയ ശേഷം, അല്ലാതെ പുസ്തകം മാറ്റാന്ന് പറഞ്ഞിട്ട് നമ്മൾ ചട്ടം മാറ്റുന്ന പണി നമുക്കില്ല. പുസ്തകം മാറ്റുമ്പോൾ നമ്മൾ ഉള്ളടക്കം കൂടിയാ മാറ്റുക. കാലോചിതമായി ചില പരിഷ്കാരങ്ങൾ നമ്മളിങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കും. ഇപ്പൊ അബു എന്ന് പറയുന്ന ഒരു പാഠം കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ ഇപ്പൊ നോക്കി നിങ്ങൾ, സ്വതർ ഉസ്താദന്മാർക്ക് പ്രത്യേക ട്രെയിനിങ് ആയി റേഞ്ച് തരത്തില്ല. കാരണം അവര് എങ്ങനെ സ്വകാര്യത്ത് നടത്തണം ഒരു വ്യക്തമായ, അത് കഴിഞ്ഞാൽ അടുത്ത മുഅല്ലിമീങ്ങൾക്ക് ട്രെയിനിങ് ആണ്. 1ാം ക്ലാസ്സിലെ കുട്ടികൾ എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്ന് ടീച്ചേഴ്സിന് ട്രെയിനിങ് അല്ലേ? പണ്ട് കാലത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഈ നാക്കാരികളെ ചന്തി കൊണ്ടുപോണ മാതിരിയായിരുന്നു മദ്രസക്ക് കുട്ടികളെ ധരിച്ചുകൊണ്ടിരുന്നത്. ഒരു വടിയെടുത്തിട്ടുമാര് നടക്കടാന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടാക്കി തിരിച്ചു പോകും. ചിലപ്പോ ഉമ്മാന്റെ കൂടെ കുട്ടി പോരും, ചിലപ്പോ ഉമ്മാനേക്കാൾ സ്കൂളിൽ കുട്ടി പോരേക്ക് തിരിച്ചെത്തും. ഇതൊക്കെയായിരുന്നു പഴയ കാലത്തെ കാഴ്ചയെങ്കിൽ ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഏതെങ്കിലും ഒരു കുട്ടി സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ പോകാൻ മടിവെക്കുണ്ടോ? ഉമ്മ എനിക്ക് വേഗം പിന്നെ കുളിപ്പിച്ചതെന്ന് വേഗം ഡ്രസ്സ് മാറ്റി തരും, പുസ്തകം തരും, ഞാൻ പോകുകയാണ് മദ്രസ. കുട്ടികൾക്കൊന്നും ഒരു താല്പര്യവും ഇതേ കാരണം കരിക്കുലത്തിൽ വന്ന മാറ്റം. ഇവിടെ നിങ്ങൾ ആലോചിച്ചു നോക്കും, ഉമ്മമാര് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. അബു എന്ന് പഠിപ്പിക്കുകയാണ് കുട്ടിയെ. 1ാം ക്ലാസ്സിലെ ഉസ്താദ് എന്ന് പറഞ്ഞാൽ ആള് വലിയ തമാശക്കാരനല്ല. കുട്ടികളോട് കുറച്ച് കഥകളൊക്കെ പറഞ്ഞ്, കുട്ടികളോട് കുറച്ച് സംസാരങ്ങളൊക്കെ നടത്തി, അവർക്ക് പാട്ടുകളൊക്കെ പാടിക്കൊടുത്ത്, അങ്ങനെയുള്ള ആളുകളാണ് നമ്മൾ 1ാം ക്ലാസ്സിലൊക്കെ പല സ്ഥലങ്ങളിൽ ഉസ്താദുമാരായിട്ട് നിയമിക്കാറുണ്ട്. അതല്ലാതെ തൊട്ടിയിലും പിടിച്ചിലൊക്കെ കുട്ടികളോട് ചൂടാകുന്ന ഒരു ഉസ്താദാണെങ്കിൽ 1ാം ക്ലാസ്സിലെ കുട്ടികളെ കഷ്ടകാലമാണ്, ഒന്നും പഠിയില്ല. ഏതാവട്ടെ, ആ നിലക്കുള്ളൊരു ഉസ്താദ് വളരെ മർമ്മത്തോടെ വളരെ രസകരമായ രീതിയിൽ പിന്നെ കുട്ടികളെ പഠിപ്പിക്കാം. അപ്പൊ ഒരു ഉസ്താദ് പുസ്തകമൊക്കെ അടച്ചു വെച്ച്, കുട്ടികളും പുസ്തകം പൂട്ടിവെച്ച് ഉസ്താദ് 1ാം ക്ലാസ്സിലേക്ക് എത്തി. എന്നിട്ട് കുട്ടികളൊക്കെ പുതിയ ഉടുപ്പാണ്, പുതിയ തൊപ്പിയാണ്. 1ാം ക്ലാസ് അല്ലേ, ആദ്യമായിട്ട് മദ്രസയിൽ ചേർന്നാണല്ലോ, എല്ലാവർക്കും പുതിയതുണ്ടാവും. അപ്പൊ ഉസ്താദ് ചോദിക്കുന്ന ഒരു ചോദ്യം, മോനെ ആരാ എനിക്ക് പിന്നെ പാന്റും കുപ്പായം വാങ്ങിച്ചെന്നത്? കുട്ടി പറയും, എന്റെ ഉപ്പച്ചിയാണ്.
മോളോട് ചോദിക്കാം, മോളെ ആരാണ് ഈ കുഞ്ഞുടുപ്പ് വാങ്ങിച്ചെന്നത്? കുട്ടി പറയും, നിന്റെ ഉപ്പച്ചിയാ. എല്ലാവർക്കും ഉപ്പച്ചി ഉപ്പച്ചി എന്ന് പറയും അല്ലേ? ഫ്ലൈറ്റ് വാങ്ങി തന്നത് എല്ലാം അങ്ങനെ ചോദിക്കുമ്പോൾ ഉപ്പച്ചി. ഉപ്പച്ചിക്ക് എന്താ അറബിയിൽ പറയാൻ അറിയോ? കുട്ടിയോട് പറയില്ല. അറിയില്ല എന്നാ ഞാൻ പറഞ്ഞു തരട്ടെ. എല്ലാരും കേൾക്കോ? ഓ കേട്ടോളാം. കുട്ടികളൊക്കെ കാത് കൂർപ്പിച്ചിട്ട് കേൾക്കാണ്. ഈ ഉസ്താദിന് ഒറ്റ തവണ പറഞ്ഞു കൊടുത്താൽ മതി. ആപ്പിൾ. നീ രണ്ടുറക്കം ഉറങ്ങിയ ശേഷം രാത്രി ഉറക്കുന്ന കുട്ടികളെ വിളിച്ചിട്ട് ചോദിച്ചോണ്ടി, മോനെ അറബിയിൽ എന്താ ഉപ്പാക്ക് പറയാ? കുട്ടി പറയാ അബോ. കണ്ടോ, സുന്നി വിദ്യാഭ്യാസ ബോർഡ് 250 ഫീസ് കൊടുത്താൽ മുതലായി. കുട്ടി അതോടുകൂടെ പഠിച്ചു. ഇതാണ് നമ്മളെ മദ്രസ. ഇങ്ങനെ ഓരോന്ന്. പണ്ട് എങ്ങനെ ബാങ്ക് പഠിപ്പിച്ചിരുന്നത്? ഞാൻ കുറ്റം പറയല്ല. പണ്ട് ബാങ്ക് പഠിപ്പിച്ചിരുന്നത് എങ്ങനെയാണ്? പാഠം 22 ബാങ്ക്. അപ്പൊ കുട്ടികളും ബാങ്ക്. ഇന്ന് ബാങ്കാണ് പഠിച്ചത്. എന്നിട്ടൊരു ബാങ്കാണ് കൊടുത്ത് കുട്ടികളാണ് പഠിപ്പിക്കുന്നത്. ഇന്ന് അങ്ങനെയല്ല. നിങ്ങൾ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ബുക്ക് എടുത്ത് നോക്കി. അതേ പറഞ്ഞത്, കുട്ടികൾ പഠിച്ചു ഉഷാറാകണമെങ്കിൽ പാഠപുസ്തകം വലിയ പങ്ക വഹിക്കുക. അപ്പൊ അതിലൊരു കഥ പറയാൻ 2 കുട്ടികളുണ്ട്. ഒരു സംഭാഷണമാണ്. അപ്പൊ അൻവർ ചിലപ്പോൾ സലീമിനോടോ എന്തെങ്കിലും പേരിട്ടിട്ട് കുട്ടികളോടൊരു സംഭാഷണം. അല്ല അൻവർ എന്താണ് പള്ളി എന്ന് കേട്ടത്? എവിടെ? അതാ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അല്ലാഹു അക്ബർ. ഇവര് രണ്ടാളും തമ്മിലുള്ള വർത്താനം പറയുമ്പോ തന്നെ അത് തീരുന്നതോടുകൂടെ കുട്ടികൾ ബാങ്ക് പഠിച്ചുപോയി. ഈ നിലക്ക് കാലോചിതമായി കാലത്തിനനുസരിച്ച രീതിയിലുള്ള പാഠപുസ്തകങ്ങൾ അതാണ് ഇന്ന് നോക്കൂ. നിങ്ങൾ നേരത്തോടെ പറഞ്ഞു, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ സർക്കാരുകൾ ഔദ്യോഗികമായി ഈ പാഠപുസ്തകം അംഗീകരിച്ചവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇനി അതുമാത്രമല്ല, ഒരു കാര്യം കൂടെ. കാലഘട്ടത്തിൽ ആധുനിക വിഷയങ്ങളെ കുട്ടികൾക്ക് എങ്ങനെയൊക്കെ അതിജയിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവ് കുട്ടികളുടെ കൈകളിൽ വേണം. പല വിഷയങ്ങളും പുതുതായി വരുമ്പോൾ അതെല്ലാം ഇപ്പൊ പണ്ടൊരു പക്ഷേ ക്ലോണിങ്ങിനെ കുറിച്ച് പഠിക്കേണ്ടതില്ലായിരിക്കാം. പക്ഷെ ഇന്ന് ക്ലോണിങ് കുട്ടികൾക്കറിയണം. പല രീതികളിൽ പല വിഷയങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പൂർവികരായ സ്വാത്വികരായ പണ്ഡിതന്മാർ ചർച്ച ചെയ്യപ്പെടാത്ത വിഷയങ്ങളില്ലല്ലോ. അതൊക്കെ കുട്ടികൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന രീതിയിൽ ലളിതമായ ശൈലിയിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതി. അതുകൊണ്ട് ഈ പ്രദേശത്തെ സഹോദരങ്ങളോട് പറയുന്നത്, ഇവിടെ കെട്ടിടോദ്ഘാടനം നടക്കാൻ പോവുകയാണ് മദ്രസയുടെ. സഹോദരികൾ ഉമ്മ വളരെ ആലോചിച്ചു. ഇതിലിപ്പൊന്നൊരു രാഷ്ട്രീയോ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. അവനാന്റെ കുട്ടികൾക്ക് ദീന് മര്യാദക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ പുസ്തകം ഒന്ന് ബുക്ക് സ്റ്റാളിൽ പോയിട്ട് വാങ്ങി വെക്കും. എന്നിട്ട് ചെത്തിയാൽ മതി. എന്നിട്ട് അതൊന്ന് നോക്കിയൊക്കെ ഈ പറഞ്ഞതൊക്കെ ഇതിൽ ശരി തന്നെയാണോ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് തോന്നുന്നുവെങ്കിൽ ഈ പുസ്തകം തന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രദ്ധിച്ചാൽ, പ്രത്യേകിച്ച് ഇന്നത്തെ ആധുനിക കാലത്ത് അത് നമ്മുടെ കുട്ടികൾക്ക് പഠിച്ചുയരാൻ വളർന്നു വരാൻ വലിയ സഹായകമായി തീരും എന്ന കാര്യത്തിൽ തർക്കങ്ങളില്ല. ഇന്ന് അൽഹംദുലില്ലാഹ് നമ്മൾ എത്രയോ സ്ഥലങ്ങളിൽ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകൾ തുടങ്ങിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ മദ്രസ രംഗത്ത് വളരെ ശക്തമായ രീതിയിൽ പത്രം എടുത്ത് വായിക്കുമ്പോൾ നമുക്കിങ്ങനെ അറിയും 96 മദ്രസക്ക് അംഗീകാരം കൊടുത്തു. ഇന്നലെ പത്രത്തിൽ വായിക്കുകയാണ് 33 മദ്രസക്ക് അംഗീകാരം. ഇങ്ങനെ മദ്രസകൾ തമിഴ്നാടിലും കർണാടകയിലും കേരളത്തിന്റെ പല ഭാഗങ്ങളിലായി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഈ മദ്രസകൾ ഇത്രയേറെ വരുത്തുന്നത്? മദ്രസന്റെ എണ്ണം പറയുമ്പോൾ നമുക്ക് വലിയൊരു സംഖ്യ പറയാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ മദ്രസയിൽ എത്ര ബെഞ്ചുണ്ട് ഡെസ്ക് ഉണ്ട് എന്നിട്ട് അതിങ്ങനെ പെരുപ്പിച്ച് പറയാനല്ല. കുട്ടികൾ പരമാവധി നല്ല രീതിയിൽ പഠിച്ചു വളരട്ടെ. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് ഈ പ്രസ്ഥാനം നടത്തിയ മുന്നേറ്റം ആരെയും പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകൾ, അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. എങ്ങനെയാണ് ഉസ്താദ് ഒരു വലിയ മുന്നേറ്റം നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാക്കിയത്? എങ്ങനെയാണ്? ആർക്കും അസൂയ തോന്നിപ്പോകുന്ന രീതിയിലാണ് ഉസ്താദിന്റെ മുന്നേറ്റം, അല്ലേ? എല്ലാവർക്കും അസൂയ തോന്നിപ്പോകുന്ന രീതിയിലാണ്. പക്ഷെ ഉസ്താദ് ഇടപെട്ട മേഖലകൾ, അല്ലെങ്കിൽ ഉസ്താദ് വഹിച്ചിരിക്കുന്ന വലിയ ധർമ്മത്തിന്റെ പങ്ക്, അത് നമ്മൾ വായിക്കുമ്പോഴാ ഉസ്താദിന്റെ ഇടപെടലിന്റെ പ്രശംസനീയ നമുക്ക് ബോധ്യപ്പെടുകയും. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. എന്നെ കേട്ട് നിൽക്കുന്ന ആളുകൾ, കുറെ ആളുകൾ വിവരമില്ലാതെ ആലിമീങ്ങളെ ചീത്ത പറയുന്നവർ, അങ്ങനെയുള്ള ആളുകളൊന്നും ഈ നാട്ടിൽ തീരെ ഇല്ല എന്നാണ് എന്റെ അറിവ്, എന്റെ വിശ്വാസവും. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കാം. അതേസമയത്ത് ചില സ്ഥലങ്ങളിലൊക്കെ പോയാൽ ഒരു ഉപകാരവും ആ പറയുന്ന ആൾക്കാരെ കൊണ്ട് ദീനിലുമില്ല നാടിനുമില്ല. അതേസമയത്ത് അവരെ കൊണ്ട് ആകെ ഒരു ഉപകാരമുണ്ട്. അങ്ങാടിയില്, തെരുവുകളില്, ബസ് സ്റ്റോപ്പുകളില് അവിടെ ഇവിടെ ഇരുന്ന ആലിമീങ്ങൾ എങ്ങനെ ആൾക്കാരുടെ ഇടയിൽ, അപ്പുറത്ത് ഹിന്ദു കേൾക്കുന്നുണ്ടാവും, ഇവിടെ ക്രിസ്ത്യാനി കേൾക്കുന്നുണ്ടാവും, മറ്റുള്ളവർക്കും അതല്ലാത്ത
അല്ലാത്തവൻ കേൾക്കുന്നുണ്ടാകും. അങ്ങനെ ഇസ്ലാമിനെ ജനങ്ങൾക്കിടയിൽ പറിച്ചു കീറുന്ന രീതിയിലുള്ള തോന്നിയാസ ചർച്ചകൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആലോചിച്ച് നോക്കി, മഹാനായ കാന്തപുരം ഉസ്താദ്, അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ, വരുമ്പോ നമുക്ക് കാണാം ക്ഷീണം എത്രത്തോളം ഉണ്ട്. ഈ ക്ഷീണങ്ങളൊന്നും ഉസ്താദ് വകവെക്കാതെ ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ ഓടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര സുഖമുള്ള വണ്ടി പോയാലും ശരി, ബാംഗ്ലൂരിൽ സിറാജിന്റെ 8ാമത്തെ എഡിഷൻ ഉദ്ഘാടനം, അതിന്റെ ഇടയ്ക്ക് ഉസ്താദ് ഓടി ഇങ്ങോട്ട് സഹോദരിയുടെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഞാൻ നിങ്ങളൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ബാംഗ്ലൂരിൽ പോയി വരില്ലേ? നമ്മൾ ഇനി വിമാനത്തിൽ പോയി വന്നാൽ തന്നെ അതിന്റെ ക്ഷീണം മാറ്റാൻ 2 ദിവസം പോരിന്ന് പുറത്തേക്ക് തന്നെ ഇറങ്ങൂല. ഉസ്താദിന്റെ പ്രായം എത്രയാ? ഉസ്താദിന്റെ വയസ്സെത്രയാ? ഈ കേരളത്തിൽ അത്ര തിരക്കോടുകൂടെ ഓടുന്ന വേറൊരാളെ നമുക്ക് കാണാൻ കഴിയും ഇല്ല. ഇനി നോക്കി നിങ്ങൾ, ഉസ്താദ് ഈ ചെയ്യണതൊക്കെ മൂപ്പര കുടുംബത്തിന് എന്തെങ്കിലുമൊക്കെ കരുതി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടാണോ? നിങ്ങൾ ചിന്തിക്കും, കാശ്മീരിൽ ചെന്ന, ഗുജറാത്തിൽ ചെന്ന, ആസാമിൽ ചെന്ന, ബോംബെയിൽ ചെന്ന, കർണാടകയിൽ ചെന്നാൽ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഉസ്താദിന് ആരോടൊരു വെറുപ്പുമില്ല, വിദ്വേഷമില്ല. എന്നിട്ട് ആരെന്തൊക്കെ പറഞ്ഞാലും അവരോടെല്ലാം സ്നേഹം. അതാണ് പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായ ഉലമാഇന്റെ ശൈലി. അതാണ്. അതല്ലാതെ വല്ലവരും ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും അതേ നാണയത്തിൽ, അതേ ശൈലിയിൽ, അതേ രീതിയിൽ അവരോട് അങ്ങോട്ട് പറയാൻ നിന്നാൽ പിന്നെന്താ സത്യവും അസത്യവും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവുക? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കാശ്മീരിന്റെ ഒരു വിഷയം പറയുകയാണെങ്കിൽ, ഇല്ലേ, കാശ്മീര് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് നമ്മളൊക്കെ പറയുന്നുണ്ട്, ഇല്ലേ? എല്ലാവരും പറയലുണ്ട്. കാശ്മീരിൽ വെടിയൊച്ചകൾ നിലക്കാത്ത ദിവസമുണ്ടോ? വെടിയൊച്ചകൾ കേൾക്കാത്ത ദിവസമുണ്ടോ? വെടിയൊച്ചകൾ കേൾക്കാത്ത ദിവസം കുറവാണ്. സ്വാതന്ത്ര്യദിനത്തിന്റെ അന്നത്തെ പത്രം എടുത്ത് വായിച്ചപ്പോഴും പാകിസ്ഥാൻ വെടി പൊട്ടിച്ചു നമ്മൾ കേൾക്കുന്നത്. ഈ നിലയ്ക്ക് കാശ്മീർ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മണ്ണാണ്, അല്ലേ? കാശ്മീരിന്റെ മലമടക്കുകളിലെ ബാല്യങ്ങളുടെ ജീവിതം വളരെ ദുസ്സഹകരമാണ്. ഇവിടെയാണ് ഒരു സഞ്ചാരിയായ ശൈഖുനാ കാന്തപുരം ഉസ്താദ് അവറുകൾ, എന്റെ പ്രിയപ്പെട്ടവരെ, കശ്മീരിലും എത്തുന്നത്. അവിടെ ചെന്ന് ഉസ്താദ് അവറുകൾ അവിടുത്തെ ദയനീയതൊക്കെ നോക്കി കാണുകയാണ്. ഒരു മുഖ്യമന്ത്രി ഉസ്താദിനോട് ഇങ്ങോട്ട് പറയാം, ഒരു മുഖ്യമന്ത്രി ഉസ്താദിനോട് ഇങ്ങോട്ട് പറയാം. എന്താ പറയുന്നത്? നിങ്ങളുടെ നാട്ടിലേക്ക് ഇവിടുന്ന് കുറച്ച് കുട്ടികളെ കൊണ്ടുപോയിട്ട് പഠിപ്പിക്കണോ? നിങ്ങളുടെ നാട്ടിലേക്ക് ഇവിടുത്തെ കുറച്ച് കുട്ടികളെ കൊണ്ടുപോയിട്ട് പഠിപ്പിക്കണം. അതാണ് മർക്കസ്. കാരത്തൂർ മർക്കസാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. കാശ്മീരിൽ നിന്ന് കുട്ടികളെ ഏറ്റെടുക്കുമ്പോൾ ഒരു തവണ ആലോചിക്കണ്ടേ? വേണം. ഉസ്താദ് അവറുകൾ പെട്ടെന്ന് സ്തംഭിച്ചുപോയി. ആലോചനകൾക്ക് ശേഷം പിന്നീട് വിവരം അറിയിച്ചു, ശരി, നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു 100 കുട്ടികളെ നമ്മൾ ഏറ്റെടുത്തോളാം എന്നുള്ളത് പറഞ്ഞു. 100 കുട്ടികളൊന്നുമല്ല ഉമ്മമാരെ, മർക്കസിലേക്ക് എത്ര കുട്ടികളാ വന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കി. ആ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു കാശ്മീർ ഭവൻ എന്ന് പറഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക കെട്ടിടം തന്നെ അവിടെ ഉണ്ടാക്കി. ഒരു കാശ്മീരി കുട്ടിയെ പഠിപ്പിക്കാനുള്ള പ്രയാസം അവിടുത്തെ ഉസ്താദന്മാരോട് ചോദിച്ചാൽ മതി. കാരണം വെച്ചാൽ എല്ലാ തരത്തിലുള്ള വികൃതി ഓലത്തുണ്ടാവും. കാരണം പൊട്ടിത്തെറി കണ്ട് വളരുന്ന മക്കളാണ് ആ മക്കൾ, അല്ലേ? എന്തു ചൂരല്, ചെറുപ്പത്തിലെ AK-47 തോക്ക് കൈ പിടിച്ച് വളരുന്ന മക്കൾക്ക് എന്ത് 10 റുപ്യന്റെ ചൂരല പ്രശ്നം? അപ്പൊ ഉസ്താദ് ഈ ചൂരല് ചോദിച്ചായിരുന്നു, ഐറ്റെത്തി വെളൊന്നും നടക്കൂല. ഇവരൊക്കെ മെരുക്കിയെടുക്കണം. അൽഹംദുലില്ലാഹ്, സുബ്ഹാന ജല്ല ജലാലു. ഈ നാട്ടിലെ ഭരണകൂടങ്ങൾ എല്ലാവരും പ്രശംസിച്ചു. എത്രത്തോളം കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കാശ്മീരിൽ ചെന്നപ്പോ പത്രക്കാരോട് ഓല് പറയാണ്, നിങ്ങളുടെ നാട്ടിലെ കുട്ടികളെ ഞങ്ങൾ ഏറ്റെടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവര് പറയാണ്, ഇങ്ങനെ പറയാൻ എനിക്ക് അവസരമുണ്ടാക്കി തന്നത് മഹാനായ ഖമറുൽ ഉലമാ കാന്തപുരം മുസ്ലിയാരാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഞാൻ ഉസ്താദ് ഉള്ളൊരു വേദിയിലല്ലല്ലോ ഇത് പറയുന്നത്. നിങ്ങൾ ചിന്തിക്കും, ബഹുമാനപ്പെട്ട AP ഉസ്താദ് അവറുകൾ അവിടുത്തെ കുട്ടികളെ ഏറ്റെടുത്ത് പഠിപ്പിക്കൽ തുടങ്ങി. ഇന്ന് മർക്കസിൽ കാശ്മീരിലെ കുട്ടികളുണ്ട്. ഇന്ന് അവര് അവിടെ പഠിക്കുന്നു എന്ന് മാത്രമല്ല, കാശ്മീരിൽ മർക്കസിന്റെ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, അക്ഷരാഭ്യാസമില്ലാത്ത സമൂഹത്തിലാ തീവ്രത ഉണ്ടാകുന്നത്. അക്ഷരാഭ്യാസമില്ലാത്ത സമൂഹത്തിലാ ഭീകരവാദികൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അവർക്ക് അറിവും ആഹാരവും ഒക്കെ നൽകി അവർ ഒന്നാം തരം ഇന്ത്യയുടെ ഭാഗമായി ചേർന്ന് നിൽക്കുന്ന ഇന്ത്യയുടെ പൗരന്മാരാക്കി എടുക്കുകയായിരുന്നു മഹാനായ കാന്തപുരം ഉസ്താദ് അവറുകൾ. ബഹുമാനപ്പെട്ട AP ഉസ്താദ് ഈ രാജ്യത്തിന് ചെയ്ത കനത്ത സംഭാവനയാണ് കാശ്മീരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വളരെ അച്ചടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ വിമർശകർക്ക് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. അവർ കാടടച്ച് വെടിവെക്കുകയാണ്. എവിടെങ്കിലും കൊള്ളുകയാണെങ്കിൽ കൊള്ളട്ടെ എന്ന്.
പക്ഷേ എത്രയെത്ര വിമർശനങ്ങൾ, എത്രയെത്ര ആരോപണങ്ങൾ, ആ ആരോപണങ്ങളൊന്നും ഈ നേതാവിനെ കുലുക്കിയില്ല. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും എഴുതുകയോ പറയുകയോ ചെയ്യുമ്പോഴേക്കും ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരുടെ കർമ്മവീര്യം ചോർന്നു പോയില്ല. എന്തേ കാരണം? കാന്തപുരം ഉസ്താദിനെ ഞങ്ങൾ വായിച്ചത് ഏതെങ്കിലും പത്രങ്ങളിലൂടെയല്ല. കാന്തപുരം ഉസ്താദ് ആരാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് ആരുടെയെങ്കിലും പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ടല്ല. ഉസ്താദിനെ അനുഭവിച്ചറിഞ്ഞ ഒരു വലിയ സമൂഹം, അതാണ് കേരളത്തിലെ സമൂഹം. ആ സമൂഹത്തിന്റെ കർമ്മശേഷിയെ ഇല്ലാതെയാക്കി കളയാൻ ആരോപണങ്ങൾക്കോ ഏതെങ്കിലും അശ്ലീല വാക്കുകളെ കൊണ്ടോ സാധിക്കുകയില്ല എന്നുള്ളത് ആർക്കാണ് സഹോദരങ്ങളെ അറിഞ്ഞുകൂടാത്തത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ആരോപണങ്ങൾ പലതും വരും. ഞാനൊരു ഉദാഹരണം പറയാം. എന്തിനെന്നറിയോ? കാന്തപുരം ഉസ്താദിനെ തെറ്റിദ്ധരിച്ചവരുണ്ടെങ്കിൽ അവരെ ഹക്ക് മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ട് 2002 ഗുജറാത്ത് കലാപം നമുക്കെല്ലാവർക്കും അറിയാം. ഗുജറാത്ത് എന്നും ഒരു കുപ്രസിദ്ധി നേടിയിട്ടുള്ള സംസ്ഥാനമാണ്. വികസനമില്ല അല്ലെങ്കിൽ പുരോഗതിയില്ല എന്നല്ല ഞാൻ പറയുന്നത്. ആ നാട്ടിൽ നിന്ന് കേൾക്കേണ്ടി വരുന്ന വാർത്തകൾ അക്രമത്തിന്റെ വാർത്തകളാണ്, അല്ലേ? പാവപ്പെട്ട 4 ദലിത് സഹോദരങ്ങളെ കെട്ടിയിട്ട് പട്ടാപ്പകല് ചത്ത പശുവിന്റെ തോലിരിഞ്ഞു എന്ന തെറ്റ് പറഞ്ഞ് അത് അവനെ ജീവനുള്ള പശുവിനെയാണ് കൊന്നത് എന്ന് ആരോപിച്ചുകൊണ്ട് അവരെ ആക്രമിക്കുന്ന ദലിത് പീഡനങ്ങളുടെ വാർത്തകൾ വായിക്കേണ്ടി വരുന്ന ഒരു മണ്ണാണ് ഗുജറാത്തിന്റെ മണ്ണ്, അല്ലേ? പലപ്പോഴും പല വാർത്തകൾ നമ്മൾ അവിടെ വായിക്കേണ്ടി വന്നു. ഏറ്റവും വേദനാജനകമായ സാഹചര്യമായിരുന്നു 2002 ഗുജറാത്ത് കലാപത്തിന് ശേഷം മുസ്ലിമീങ്ങളുടെ അവിടുത്തെ ചിത്രങ്ങളും വാർത്തകളും. ഞാൻ ചോദിക്കട്ടെ, എന്നെ കേട്ട് നിൽക്കുന്ന ആളുകൾ, മഹാനായ കാന്തപുരം ഉസ്താദിനെ ആക്ഷേപിക്കാൻ വളരെ എളുപ്പമാണ്. അതിന് വലിയ അധ്വാനമൊന്നുമില്ല. അതിനൊരു മൈക്കും കുറച്ച് തൊള്ളിയും കുറച്ച് വെള്ളം ഉണ്ടായാൽ അടിച്ചങ്ങനെ വിടാൻ എന്ത് പ്രസംഗങ്ങളും. പക്ഷെ നിങ്ങൾ ചിന്തിക്കും, 2002 ഗുജറാത്ത് കലാപത്തിന് ശേഷം എന്തായിരുന്നു ഗുജറാത്തിലെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ? ഗുജറാത്തിലെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? ആരെങ്കിലും ആലോചിച്ചോ? പറയാൻ സുഖമായിരുന്നു, എഴുതാൻ ആളുണ്ടായിരുന്നു, അല്ലേ? എത്രയെത്ര ലേഖനങ്ങളാ ഗുജറാത്തിലെ പാവം ഇരകളുടെ വേദനിക്കുന്ന കണ്ണീർ കാഴ്ചകളെ കുറിച്ച് നമ്മൾ വായിച്ചു തള്ളിയ ലേഖനങ്ങൾ എത്രയാണുള്ളത്, അല്ലേ? എത്രയാണുണ്ടായിരുന്നത്? അതേ സമയത്ത് ആ ഗുജറാത്തിലേക്ക് കടന്നുപോയി അവിടുത്തെ ദയനീയത നേരിട്ട് മനസ്സിലാക്കി അവിടുത്തെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവിടെ ആരാരും സംരക്ഷിക്കാനില്ലാതെ കിടന്നിരുന്ന ഒരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവന്ന നേതാവ്, സംശയം വേണ്ട, ഇന്ത്യയിലെ മുസ്ലിം ജനകോടികൾക്ക് പകരക്കാരനില്ലാത്ത മരക്കാരൻ മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം മുസ്ലിയാരായിരുന്നു. ആ പണ്ഡിതൻ എന്ന കാര്യത്തിൽ ഒരാൾക്കും, ചരിത്രം വായിക്കുന്ന ഒരാൾക്കും സംശയം ഉണ്ടാവില്ല. നീയും വല്ലതും സംശയിക്കുകയാണെങ്കിൽ ഓന് വിവരമില്ലാന്നല്ലാതെ വേറെന്തൊട്ട് പറയാൻ? അവന് വിവരമില്ലാതെ മാത്രമേ പറയാൻ കഴിയൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇത് ഞാൻ വെറുതെ പറയല്ല. അതേ സമയത്ത് ബഹുമാനപ്പെട്ട AP ഉസ്താദ് ഗുജറാത്തിലെ കലാപം മറന്നു, അവിടുത്തെ ഇരകളെ കുറിച്ചൊന്നും മിണ്ടിയില്ല എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ. ആരാണ് ഈ തോന്നിയാസ് ആദ്യം പറഞ്ഞറിയുന്നത്? ജമാഅത്തേരാണ്. ജമാഅത്തേരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യം ഒന്നും എറിഞ്ഞു കൊടുക്കും, പിന്നെ ഒരു പോയി ഒളിച്ചിരിക്കും. അത് ഏറ്റെടുക്കാൻ പലരും ഉണ്ടാവും. അതിന്റെ ജമാഅത്തേർക്ക് ആവശ്യം. എന്നാൽ ഏറ്റെടുക്കുന്നവർക്ക് തിരിയേണ്ടത് ജമാഅത്തേരന്റെ കുതന്ത്രാണെന്ന് അതിട്ടവർക്ക് തിരിയലില്ല. അപ്പൊ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ നിലക്ക് വാർത്തകൾ വന്നു, ആരോപണങ്ങൾ വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, വസ്തുത നിങ്ങൾ മനസ്സിലാക്കണേ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലയോ, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാലാ ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. വല്ലവരും എന്തെങ്കിലും ഒരു വാർത്തയുമായി നിങ്ങളെ സമീപിക്കുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വല്ല വാർത്തകളുമായിട്ട് നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ ആ വാർത്ത, കേട്ട വാർത്ത അപ്പടി നിങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കല്ല. നിങ്ങളെ വഴികേടിലേക്ക് കൊണ്ടെത്തിച്ചേക്കാം. അതിന്റെ സത്യാവസ്ഥ നിങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മളോട് ഉണർത്തി തന്ന കാര്യമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പൊ അതിന്റെ വസ്തുത അങ്ങനെയാണോ? അല്ല. വസ്തുത അങ്ങനെ അല്ല എന്ന് മാത്രമല്ല, അവിടെ സർവ്വതും നഷ്ടപ്പെട്ടു പോയ ആ പാവം പിന്നാക്ക വിഭാഗമായിട്ടുള്ള മുസ്ലിം സമൂഹത്തെ അവിടെ പ്രതീക്ഷയുടെ അവരെ രഥത്തിലേക്ക് കയറ്റി കൊണ്ടുവന്നത് മഹാനായ കാന്തപുരം ഉസ്താദ് അവറുകളാ. അൽഹംദുലില്ലാഹ്, ഇത് ഞാൻ എന്റെ വകയായി പറയുന്നതല്ല. ഗുജറാത്തിലെ ജീവിക്കുന്ന രക്തസാക്ഷിയായി മാധ്യമങ്ങൾ പരിചയപ്പെടുത്തുന്ന വ്യക്തിയായിരുന്നല്ലോ ഷെയ്ഖ് ഖുതുബുദ്ദീൻ അൻസാരി എന്ന് പറയുന്ന സഹോദരന്. അദ്ദേഹം കേരളത്തിൽ വന്നിട്ടുണ്ട്. എന്റെ ചെറുപ്പക്കാരാ, മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. 2002
ഇന്ത്യയിലെ ഗുജറാത്ത് കലാപത്തിന് ശേഷം സർവ്വതും നഷ്ടപ്പെട്ടു പോയ ഞങ്ങളെ, ആരാരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഞങ്ങളെ, ആ ഗുജറാത്തിലെ കലാപഭൂമിയിലേക്ക് കടന്നു വന്ന ഇന്ത്യയിലെ ഒരു മുസ്ലിം നേതാവുണ്ടെങ്കിൽ സെഞ്ചുറി, ഒരു നൂറ്റാണ്ടിന്റെ സിംഹഗർജനമെന്ന് പറയാൻ പറ്റുന്ന മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരാണ്. ആ മനുഷ്യരെന്ന് പറഞ്ഞത് മുസ്ലിം ജമാഅത്തിന്റെ നേതാക്കളല്ല, എസ്വൈഎസിന്റെ സാരഥികളല്ല, എസ്എസ്എഫിന്റെ സ്റ്റേറ്റ് നേതാക്കളല്ല. അത് പറഞ്ഞതാരാ? ഗുജറാത്തിലെ ജീവിക്കുന്ന രക്തസാക്ഷിയായി മാധ്യമങ്ങൾ പരിചയപ്പെടുത്തിയിരിക്കുന്ന ശ്രീ ഖുതുബുദ്ദീൻ അൻസാരി അല്ലേ? അതാണ് മഹാനായ കാന്തപുരം ഉസ്താദ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ആരോടും വെറുപ്പും വിദ്വേഷങ്ങളും ഇല്ല. വെറുപ്പും വിദ്വേഷം വെച്ചു പുലർത്തുന്നവരോട് പോലും ഉസ്താദിന് തിരിച്ചങ്ങോട്ട് സ്നേഹം. അതാണ് ഉസ്താദിന്റെ പ്രത്യേകത. ഇതിന്റെ വ്യക്തമായ തെളിവ് ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് തിരിയും. പണ്ട് കാശ്മീരിൽ നിന്ന് കുട്ടികളോടെ കൊണ്ടുവന്നപ്പോ നിങ്ങൾ ചിന്തിക്കും, അന്ന് പത്രസമ്മേളനം വിളിച്ചവരുണ്ട് വിവരദോഷം കൊണ്ട്. പത്രക്കാർ വിളിച്ചിട്ട് പറഞ്ഞ അർജന്റായിട്ട് എല്ലാവരും പ്രസ് ക്ലബിൽ വരണം. പത്രക്കാർ വിചാരിച്ചു വല്ലോടത്തൊന്ന് പൊട്ടാൻ പോയിട്ടുണ്ട് വിചാരിച്ച് എല്ലാവരും കൂടി ഓടി വന്നു അല്ലേ? എല്ലാവർക്കും ചായയും ബിസ്ക്കറ്റും കിട്ടി, ഓലത് കുടിയൊക്കെ തുടങ്ങി. എന്തേ കാര്യം ചോദിച്ചു. അപ്പൊ ചില ആൾക്കാർ പറയാം, കാന്തപുരത്തിന്റെ തീവ്രവാദം എന്താ അന്വേഷിക്കണം. എന്റെ വിഷയം മൂപ്പർ കാശ്മീരിന് കുറച്ച് കുട്ടികളെ പോലെ നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? പത്രക്കാരിങ്ങനെ ചിരിച്ചു, പഠിച്ച തമ്പുരാനെ ഇവരൊരു വിവരം ആലോചിച്ചു നോക്കുക. അത് അവിടെ നിന്ന് പറഞ്ഞു വിട്ടത് അവിടുത്തെ മുഖ്യമന്ത്രി, ഇവിടെ വണ്ണിറങ്ങുന്ന ഇവിടുത്തെ മുഖ്യമന്ത്രി അറിയും. ഇത് രണ്ടു വിവരം കേന്ദ്രത്തിലെ സർക്കാരിനും അറിയാം. പിന്നെ എന്ത് തീവ്രവാദം ഇത് നമ്മൾ എഴുതുക? ഏതായിരുന്നാലും കിട്ടിയ ചായ ലാഭം എന്ന് വിചാരിച്ചു ഓനൊക്കെ പോണ വയ്ക്കുകയും ചെയ്യും. ഞാൻ പറയുന്നത് അങ്ങനൊക്കെ ചില വിഷമങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും തരണം ചെയ്യേണ്ടി വന്നു. പക്ഷെ നിങ്ങൾ ആലോചിച്ചൊക്കെ ആ മുത്തിന് ആരോടെങ്കിലും വെറുപ്പുണ്ട്. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഇവിടെ ഒരു യതീംഖാന വിവാദം ഉണ്ടായി. എല്ലാവർക്കും അറിയാം. അങ്ങനെ ഭയങ്കര പ്രശ്നം നടന്നു. യതീംഖാനകൾ അടച്ചുപൂട്ടണം. എന്തൊക്കെ ആരോപണ പറഞ്ഞത്? അതിവിടെ മനുഷ്യക്കടത്താന്ന് പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കും, എന്നെ കേട്ട് നിൽക്കണ ഈ നാട്ടില് നിഷ്പക്ഷരായി ചിന്തിക്കണ മനുഷ്യന്മാർ, നിങ്ങൾ ഞാൻ പറയുന്ന കാര്യം ഒന്ന് ചിന്തിക്കും. മഹാനായ എ പി ഉസ്താദ് ആ ഒരു വിഷയത്തിൽ ഏത് നിലപാടാണ് സ്വീകരിച്ചത്? നിങ്ങൾക്കറിയോ? ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ആ കുട്ടികൾ വന്നിറങ്ങി. മഹാനായ മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി ഉസ്താദ് അവർകളെ കാന്തപുരം ഉസ്താദ് വിളിച്ചു. എന്റെ ജില്ലയിലെ നേതാവാണ്, മുസ്ലിം ജമാഅത്തിന്റെ നേതാവാണ്, കേന്ദ്ര മുഷാവറ അംഗ. ബഹുമാനപ്പെട്ട മാരായങ്കൽ ഉസ്താദിനെ വിളിച്ചിട്ട് പറഞ്ഞു, ആ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ അവിടെ എത്തി ആവശ്യമായ ഹെൽപ്പ് നമ്മുടെതെല്ലാം ചെയ്തു കൊടുക്കും. അതാണ് ആ കുട്ടികളെ ചില യതീംഖാനയിലേക്കായിരുന്നു കൊണ്ടുവന്നിരുന്നത്. അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെയും വിളിച്ചിട്ടെന്ന് പറഞ്ഞറിയോ, വേണ്ട ഹെൽപ്പ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന്. കാരണം അതാണ് ഉസ്താദിന്റെ നിലപാട്. ഈ സമുദായത്തിന്റെ പുരോഗതി ആരോടും വെറുപ്പില്ല, ആരോടും വിദ്വേഷമില്ല. അവര് ഇറങ്ങേറാകട്ടെ, വിഷമിക്കട്ടെ, കുടുങ്ങട്ടെ എന്ന ധാരയില്ല, ചിന്തയില്ല. സഹോദരങ്ങളെ എല്ലാവരും ആ ഒരു ശൈലി ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് പ്രതികരിച്ചില്ല. മാധ്യമപ്പട മർക്കസിലെത്തിയിരുന്നു. എന്നിട്ട് ഉസ്താദ് അവറുകളോട് മാധ്യമങ്ങൾ ചോദിച്ചു, മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, എന്താ നിങ്ങളുടെ നിലപാട്? പണ്ട് കാശ്മീരിന് കുട്ടികളെ കൊടുന്നപ്പോ വിവാദം ഉണ്ടാക്കിയവരായിരുന്നില്ലേ പലരും? പക്ഷെ മഹാനായ കാന്തപുരം ഉസ്താദ് പറഞ്ഞത്, ആ നേതാവിന് സമുദായത്തിന്റെ സമൂഹത്തിന്റെ പുരോഗതിയും ഉന്നതിയുമല്ലാതെ വേറെ ഒരു ലക്ഷ്യവുമില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകളെ പറഞ്ഞത്, ആ കുട്ടികൾക്ക് ഇവിടെ പഠിക്കാനുള്ള സാഹചര്യം, അവരെ വീട്ടിലേക്ക് അവർ തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടുള്ളതല്ല. ഏതെങ്കിലും വിഷയങ്ങളിൽ പോരായ്മകളോ കുറവുകളോ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെതായ രീതിയിൽ നിലപാടുകൾ സ്വീകരിക്കണം. ഇതായിരുന്നു മഹാനായ കാന്തപുരം ഉസ്താദ് അവറുകൾ പറഞ്ഞിരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് അതാണ് ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ നിലപാട്. അതല്ലാതെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും ഉസ്താദ് അങ്ങനെയുള്ള ഒരാളാണ് എന്നൊന്നും തെറ്റിദ്ധരിക്കാതെ, പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇസ്ലാമിക വിദ്യാഭ്യാസ രംഗത്ത് വലിയ വിപ്ലവമാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവറുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ മദ്രസയുടെ കെട്ടിടോദ്ഘാടന ചടങ്ങ് നടക്കാൻ പോവുകയാണ്. ആളുകളൊക്കെ അങ്ങോട്ട് പോകണമെന്നില്ല, അതിനുമാത്രം അവിടെ സൗകര്യങ്ങളില്ലല്ലോ. കസേരയിലുള്ള ആളുകളൊക്കെ അവിടെ തന്നെ നിന്നാൽ മതി. ഇൻഷാ അല്ലാഹ് തിരക്കുകൾക്കിടയിലും നമ്മുടെയൊക്കെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേരുന്ന നമ്മുടെ നേതാക്കൾ, അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ബറക്കത്തുള്ള
ആയുസ്സിനെ പടച്ചോ നീട്ടിക്കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ നമ്മുടെ മദ്രസയുടെ പരിസരത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ഈ നാടിനു വേണ്ടി മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന കാര്യദർശിയായിട്ട് ഒരുപക്ഷെ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ പാപ്പ ആദ്യം വരെയിരിക്കും. വളരെ ഹൃദ്യമായി ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടി തങ്ങളവറുകളെ സ്നേഹപൂർവ്വം ഈ നാട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വലിയ പ്രതീക്ഷയോടെ വളരാനിരിക്കുന്ന നമ്മുടെ മദ്രസ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം പുണ്യം ചെയ്ത കരങ്ങളാൽ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ ഈ വൻ ജനാവലിയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. شكر علينا ما دعا لله داعي. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع. أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير അൽഹംദുലില്ലാഹ്. നമ്മുടെ വലിയ ഒരാഗ്രഹമായിരുന്നു ഈ നാട്ടിൽ ഒരു സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ. അതിന്റെ കെട്ടിടോദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട ഇന്ത്യയിലെ മുസ്ലിം ജനതയ്ക്ക് ആത്മീയമായി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ശൈഖുന സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങളുടെ പുണ്യം ചെയ്ത കരങ്ങളാൽ ഇവിടെ നിർവഹിക്കപ്പെട്ടത്. അല്ലാഹു ബറക്കത്തുള്ള ആയുസ്സ് നീട്ടിക്കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് അവറുകൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് ദിവസങ്ങളായി തിരക്കിട്ട യാത്രകളും ധാരാളം പ്രവർത്തനങ്ങളും അതിൻ്റെ ഇടയ്ക്ക് ശാരീരികമായി വലിയ ക്ഷീണം നേരിട്ടതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾക്ക് ഇന്ന് ഇപ്പോൾ ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല. അല്ലാഹു ഉസ്താദ് അവറുകൾക്ക് ബറക്കത്തുള്ള ആയുസ്സ് നീട്ടിക്കൊടുക്കുമാറാകട്ടെ. തിരക്കുകൾക്കിടയിലാണ് തങ്ങളുപ്പാപ്പ നമ്മുടെ ഈ സദസ്സിലെത്തിയിട്ടുള്ളത്. തങ്ങളുടെ ഒഴിവനുസരിച്ച് ഇൻഷാ അല്ലാഹ് ഇനി ഈ കാര്യങ്ങൾ, ഈ സദസ്സിന്റെ മറ്റ് ചടങ്ങുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും. ഒറ്റ വാക്ക് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ മലപ്പുറത്തുകാർക്ക് തങ്ങളെ പരിചയപ്പെടുത്തി തരേണ്ട ഒരു കാര്യവുമില്ല. തങ്ങൾ ജനനം കൊണ്ട് കോഴിക്കോട്ടുകാരനാണെങ്കിലും കർമ്മം കൊണ്ട് തങ്ങൾ മലപ്പുറം തങ്ങൾ എന്ന പേരിലാണ് പൊതുവെ സാധാരണക്കാർക്കിടയിൽ അറിയപ്പെടുന്നത് തന്നെ. പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, മലപ്പുറത്തിന്റെ നഷ്ടപ്പെട്ടുപോയ ഒരു മുഖച്ഛായ, ഒരു മാപ്പിള പാരമ്പര്യം അത് തിരികെ പിടിച്ചു കൊണ്ടുവന്നു, അല്ലേ? പ്രത്യേകിച്ച് തങ്ങന്മാർ അല്ലെങ്കിൽ മുസ്ലിയാക്കന്മാർ അവരൊന്നും ഒന്നിനും കൊള്ളാത്തവരാണ് എന്നുള്ള ഒരു ചിന്ത പലരും തെറ്റിദ്ധരിപ്പിച്ച് ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചു വിട്ടിരുന്നു. എന്നാൽ ആത്മീയ മജ്‌ലിസുകളെ തിരികെ കൊണ്ടുവന്നു
നീറുന്ന പ്രശ്നങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക് ഏക പരിഹാരം അംഗീകൃതമായ ആത്മീയ മജ്ലിസുകളാണ് എന്ന് തങ്ങൾ ബോധ്യപ്പെടുത്തി. ഇന്ന് അൽഹംദുലില്ലാഹ് വിമർശകർ പോലും വിപൽഘട്ടങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും അവിടെ നടക്കുന്ന ആത്മീയ മജ്ലിസുകളിൽ എത്തിപ്പെടാറുണ്ട് എന്ന കാര്യത്തിലും ഒരുവിധ സംശയങ്ങളുമില്ല. തങ്ങൾ തന്നെ പലപ്പോഴായി പലയിടങ്ങളിൽ സംസാരിക്കുന്നത് നമ്മളൊക്കെ കേട്ടുകാണും. പ്രത്യേകിച്ച് ഇന്നത്തെ നവീന ചിന്താഗതിക്കാർ ഇപ്പോൾ അവരകപ്പെട്ടിരിക്കുന്ന ഈ ആശയ ആദർശ പ്രതിസന്ധി, ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചില കൂലി എഴുത്തുകാരെ നിയമിച്ച് തീവ്രവാദത്തിന്റെ സ്രോതസ് സൂഫിസത്തിൽ നിന്നാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് തങ്ങളുടെ ഒഴിവ് പോലെ നമുക്ക് അത്തരം ചില വാക്യങ്ങൾ കൂടെ തങ്ങളിലൂടെ, കാരണം ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ എത്രയോ വലിയ മഹാത്മാക്കളായ സൂഫികളുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെ പല രാഷ്ട്രങ്ങളിലും നടക്കുന്ന വലിയ ഇസ്ലാമിക് സമ്മേളന വേദികളിൽ ക്ഷണിതാവായി എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങളാണല്ലോ ഇത് പറയാൻ ഏറ്റവും നല്ലത്. എന്താണ് അന്യ രാജ്യങ്ങളിലൊക്കെയുള്ള പലപ്പോഴും തങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടതാണ്, നിക്കാഹിന്റെ ചടങ്ങുകൾ, സദസ്സുകൾ പോലും ആ രാജ്യങ്ങളിൽ നടക്കുന്ന ഒരു ഇസ്ലാമികമായ പാരമ്പര്യം നമ്മൾ അത്ഭുതത്തോടെ പലപ്പോഴും പല വേദികളിൽ കേട്ടതാണ്. സൂഫിസത്തിൽ നിന്നല്ല ടെററിസത്തിന്റെ ഉത്ഭവം, സലഫിസത്തിൽ നിന്നാണ് എന്ന യാഥാർത്ഥ്യം മറച്ചുവെക്കാൻ വർത്തമാനകാലത്ത് ചർച്ച ചെയ്യപ്പെടുകയാണ് സലഫിസവും സൂഫിസവും. അതുകൊണ്ട് അഹ്ലുസ് സുന്ന വൽ ജമാഅ അതാണ് ഇസ്ലാമിന്റെ യഥാർത്ഥമായ രൂപം എന്ന് നമ്മുടെ ഉലമാ പണ്ടേ പറഞ്ഞു വരുന്ന കാര്യം ഇപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രീതിയിലാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ചിലരൊക്കെ പത്രസമ്മേളനങ്ങൾ വിളിച്ചിട്ട് ഞങ്ങൾ ആ സലഫിയല്ല ഈ സലഫിയാണ് എന്നൊക്കെ പറഞ്ഞ് കൈകഴുകി രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ ഈ നാട്ടിലേക്ക് വളരെ ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുക കൂടെ ചെയ്യുകയാണ്. സഹോദരിമാരോട് നമുക്കെല്ലാവർക്കും അറിയാം, മലപ്പുറത്ത് നടക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ നേതൃത്വത്തിലുള്ള സ്ഥാപനം, ഞാനത് തങ്ങളെ ഇരുത്തി പറയുന്നത് ശരിയല്ല. ഒരു പക്ഷേ ഹൈവേയിലൂടെ യാത്ര ചെയ്യുന്ന നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുക ഒരു ഗ്രാൻഡ് മസ്ജിദും ഒരു ശരീഅത്ത് കോളേജും അവിടെ കാണുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയവും ഇങ്ങനെ വിരലിലെണ്ണാവുന്ന തുച്ഛം ചില സംവിധാനങ്ങൾ, അതാണ് ഈ മലപ്പുറത്തെ തങ്ങളെ സ്ഥാപനം അല്ലെങ്കിൽ നമ്മുടെ ഈ സുന്നി കുടുംബത്തിന്റെ വലിയ അവിടെയുള്ള മുന്നേറ്റം എന്ന് ധരിച്ചു പോയെങ്കിൽ വലിയ തെറ്റിദ്ധാരണയാണ്. അതേ സമയത്ത് അതിന്റെ കുറച്ചപ്പുറത്ത് ആ വലിയ കുന്നിൻ മുകളിൽ പ്രകൃതി രമണീയമായ കുട്ടികൾക്ക് പഠിച്ചു വളരാൻ ഉയർന്നു വരാൻ പറ്റുന്ന സംവിധാനങ്ങളോടുകൂടെ എല്ലാവിധ ആധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളും സ്വീകരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ എല്ലാ സ്ഥാപനങ്ങളും. ഇന്ന് ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഒരു ലൈബ്രറി ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എല്ലാ സംവിധാനങ്ങളോടും കൂടെ എല്ലാ ഭാഷകളെയും സ്വായത്തമാക്കി അഥവാ അഹ്ലുസ് സുന്ന വൽ ജമാഅയുടെ ആളുകൾക്ക് ആരുടെ മുന്നിലും യശസ്സു ഉയർത്തിപ്പിടിച്ച് അവർക്ക് മുന്നേറാൻ പറ്റുന്ന ഒരു സംവിധാനം, ഒരു സാഹചര്യം. ആത്മീയത എന്ന് പറയുന്നത് അഭിനയമല്ല, അത് കച്ചവടമല്ല, അത് കേവലം സത്യത്തിൽ അനുഭവങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്തി ഒരു ചെറിയ സദസ്സിൽ നിന്ന് ഉയർന്നു വന്ന അവിടുത്തെ ആത്മീയ മജ്ലിസുകൾ ആരൊക്കെ തെരുവിൽ കോലം കെട്ടി അഭിനയിച്ചാലും എത്രയെത്ര ലേഖനങ്ങൾ എഴുതി പരിഹസിച്ച് തള്ളിയാലും എന്തുകൊണ്ട് കേരളത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് ആയിരങ്ങൾ നേറുന്ന പ്രശ്നങ്ങളുമായി ഒരു നാടിന്റെ പേര് തന്നെ മുത്തുനബിന്റെ പേരിലുള്ള സ്വലാത്തിന്റെ പേരിലേക്ക് ചേർക്കപ്പെട്ട് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഗ്രാമമായി വളർന്നു കഴിഞ്ഞ സ്വലാത്ത് നഗറിൽ ആയിരങ്ങൾ എങ്ങനെ എത്തുന്നു എന്ന് ചോദിച്ചാൽ തങ്ങളുടെ നാടകങ്ങളല്ല, അഭിനയങ്ങളല്ല, വേഷക്കെട്ടലുകളല്ല. അവിടെ ജനങ്ങൾ പണം കൊടുക്കുന്നതിനെ പരിഹസിക്കുന്നവരുണ്ട് അല്ലേ? അവിടെ ജനങ്ങൾ ധർമ്മപ്പെട്ടികളിൽ നിക്ഷേപിക്കുന്നതിനെ പരിഹസിക്കുന്നവരുണ്ട് അല്ലേ? ആ പണം എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു? പടന്നയിൽ കണ്ടതുപോലെ, തൃക്കരിപ്പൂരിൽ കണ്ടതുപോലെ പാവം ചെറുപ്പക്കാർക്ക് ആവശ്യമില്ലാത്ത അറിവ് പകർന്നു നൽകി അവരെയൊക്കെ റാഞ്ചി കൊണ്ടുപോകാനായിരുന്നില്ല. അവിടെ നിങ്ങൾ നിക്ഷേപിക്കുന്ന നാണയത്തുപ്പുകൾ, പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ നിക്ഷേപിക്കുന്ന നാണയ
നാണയത്തുട്ടുകൾ, കണ്ണില്ലാത്ത കുട്ടികൾ, ചെവി കേൾക്കാത്ത മക്കള്, സംസാരിക്കാൻ കഴിയാത്ത കുട്ടികൾ, അംഗവൈകല്യങ്ങളെ കൊണ്ട് വളരെ പ്രയാസപ്പെടുന്ന മക്കൾ, അവരെ വളർത്തിയെടുക്കുകയാണ്. ബുദ്ധിമാന്യമുള്ള കുട്ടികളെ, നമ്മുടെ കുടുംബത്തിൽ ഒരു കുട്ടിക്ക് ബുദ്ധിക്ക് തകരാറുണ്ടായ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള അനേകം കുടുംബങ്ങളിലെ കുട്ടികൾ ഒരു ചോദ്യചിഹ്നമായി ഈ മക്കളെ എവിടെ കൊണ്ടുപോയി ചേർക്കും? ക്രിസ്ത്യൻ മിഷനറിമാരുടെ സ്ഥാപനങ്ങളിലെ ദേശമുണ്ട്, അവിടെ കൊണ്ടുപോയി ചേർത്ത് ഈമാൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഈ ഒരു കുറവ് നികത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ കുറിച്ച് ചിന്തിച്ചത്. അൽഹംദുലില്ലാഹ്, ഇന്ന് വളർന്നു ഉയർന്നു ഈ നാട്ടിലെയും മുഴുവൻ ജനങ്ങളുടെയും വളരെ നിസ്സീമമായ സഹായങ്ങളുടെയും സഹകരണങ്ങളുടെയും അവരുടെ പ്രവർത്തനങ്ങളുടെയും ശ്രമഫലത്താൽ അല്ലാഹു ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന കാര്യദർശി ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ആ സ്ഥാനം ഏറ്റെടുത്ത ശേഷം ഈ നാട്ടിലേക്ക് ആദ്യമായി വന്നെത്തുകയാണ്. ഈ നാട്ടിലെ യുവാക്കൾക്ക് വേണ്ടി, ഈ നാട്ടിലെ വയസ്സന്മാർക്ക് വേണ്ടി, ഈ നാട്ടിലെ സഹോദര സഹോദരിമാർക്ക് വേണ്ടി കേരളത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന മഹാ ഒരു പ്രസ്ഥാനമായി വളർന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം ജമാഅത്ത്, ആ മുസ്ലിം ജമാഅത്തിനെ കൂടുതൽ കരുത്തോടെ നയിക്കാൻ വന്യരായ തങ്ങളവറുകൾക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ച് എല്ലാം തങ്ങളുടെ ഒഴിവനുസരിച്ച് ഇൻഷാ അല്ലാഹ്, കാരണം അവർക്ക് തിരക്കുകൾ പലതാണ്, അവരുടെ തിരക്കുകളൊക്കെ അതിന്റെയൊക്കെ അവസ്ഥക്കനുസരിച്ച് ഈ ചടങ്ങുകൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകും. എല്ലാവരും ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.